വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേവ് ശിൽപ. യെസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പാചകമാണ്. വീട്ടിൽ അതായത് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള. സോ ഇന്നിവിടെ അച്ഛനും അമ്മയും ഇല്ല. അവർ രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ടൊന്ന് പുറത്തോട്ട് പോയിരിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞു, രാവിലെ അമ്മ എണീച്ച് ഉച്ചക്കത്തേക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ കുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ രാവിലെ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചിക്കൻ കറി ഞാൻ വയ്ക്കാം, ഞാനും മീനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അതൊരു വ്ലോഗാക്കാമെന്ന് വിചാരിച്ചു. ലണ്ടനിൽ പോകുന്നതിന് മുമ്പ് വരെ എനിക്കങ്ങനെ പാചകത്തിൻ്റെ വലിയ ABCD ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് അത്യാവശ്യം വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ അറിയത്തുള്ളായിരുന്നു. ലൈക്ക് മുട്ട ഓംലെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രൈ ആക്കുക, മീൻ ഫ്രൈ ആക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഴുക്ക് പുരട്ടി വയ്ക്കുക, അങ്ങനത്തെ ഉള്ളതൊക്കെ എനിക്ക് അറിയത്തുള്ളായിരുന്നു. ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് വയ്ക്കാൻ അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ നമ്മൾ എൻ്റെയൊക്കെ ഒരു പ്രായത്തിൽ, എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ ഓരോന്നൊക്കെ കുക്ക് ചെയ്യുകയും അവർ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുമ്പോൾ അവരുടെയൊക്കെ പേരൻസ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, എൻ്റെ മോൾ എല്ലാ ജോലിയും ചെയ്യും, എൻ്റെ മോൾ വീട്ടിലെ എല്ലാ A to Z കാര്യങ്ങളും ചെയ്യും, ഞാനൊന്നും ചെയ്യുന്നില്ല, അതായത് ഞാനൊന്നും ചെയ്യുന്നില്ല, അപ്പോൾ അത് ഭയങ്കര മോശമല്ലേ, വേറൊരാളുടെ വീട്ടിൽ കയറി പോകേണ്ട വ്യക്തിയല്ലേ, അപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിക്കണ്ടേ എന്ന്. അപ്പോൾ അമ്മ പക്ഷേ ഒന്നും ഷീസ് അമ്മ അങ്ങനെ ഒന്നും മോൾ ഇത്ര പ്രായമാകുമ്പോൾ മോൾ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ മോൾ പാചകം എല്ലാം പഠിച്ചിരിക്കണം. എൻ്റെ അമ്മ അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല. അമ്മ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എപ്പോഴാണോ ഒരു ആവശ്യം തോന്നുന്നത്, അല്ലെങ്കിൽ നിനക്ക് എപ്പം പഠിക്കണമെന്ന് തോന്നുന്നോ നീ അപ്പം പഠിച്ചാൽ മതി, അല്ലാതെ അതിന് മുൻപേ കൂട്ടി സ്കൂളിൽ പഠിക്കുമ്പോഴേ എല്ലാം പഠിച്ച് അറിഞ്ഞിരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എല്ലാ പേരൻസും പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, എൻ്റെ മോള് ഒരു ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ പാചകങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിരിക്കണം, വേറൊരാളുടെ വീട്ടിൽ കയറി പോകേണ്ട വ്യക്തിയാണ്, പാചകങ്ങളെല്ലാം പഠിച്ചിട്ട് വേറൊരാളുടെ വീട്ടിൽ നമ്മളെന്താ കുക്കിംഗ് ചെയ്യാനാണോ പോണേ, അതിനറിയാൻ വന്നിട്ട് ചോദിക്കുക. അതുകൊണ്ട് അമ്മ ഒരിക്കലും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ അമ്മ എന്നെ കൊണ്ട് അധികമൊന്നും ചെയ്യിപ്പിക്കത്തതും ഇല്ലായിരുന്നു. ഞാൻ അല്ലാണ്ട് ഈ ക്ലീനിങ്ങും മറ്റു പരിപാടികളും അല്ലാതെ കിച്ചണിൽ കയറിയിട്ട് അമ്മ അങ്ങനെ എന്നെ കൊണ്ട് കുക്കിംഗ് അങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കത്തുണ്ടായിരുന്നില്ല. ഞാൻ പക്ഷേ ചെയ്യും, അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, ഞാൻ ഈ ആദ്യമേ പറഞ്ഞ കാര്യങ്ങളില്ലേ, പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് അമ്മയും വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കും. എന്ന് വെച്ചിട്ട് ഞാൻ കയറിപ്പോയ സമയത്ത് ഞാൻ പാചകം എനിക്കൊന്നും അറിയില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ പട്ടിണി ഇരുന്നൊന്നുമില്ല, ഞാൻ ചെയ്ത് പഠിച്ചു. നമ്മൾ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തനിയെ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. അല്ലാതെ അത് സ്കൂളിൽ പോകുമ്പോൾ ABCD പഠിക്കുന്നത് പോലെ കുഞ്ഞിലേ പഠിച്ചു വരേണ്ട കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കുക്കിംഗ്. അപ്പോൾ ഇപ്പം പക്ഷെ ആരും അങ്ങനെ പറയാറില്ല കേട്ടോ. കാര്യം 2 years അവിടെ നമ്മൾ അത്രയും കിടന്നൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ അവരൊന്നും പറയാറില്ല. സോ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എനിക്കും ധീരജേട്ടനും അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്നതല്ലാതെ അങ്ങനെ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞങ്ങളവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാൻ പോണത്. അച്ഛൻ രാവിലെ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറയാം, ഉണ്ടാക്കോ, കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞേ, കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താവും നമ്മുടെ കറി. ചിക്കൻ കറി ആവുമോ വേറെ എന്തെങ്കിലും ആവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. സവാള അമ്മ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. കാര്യം ഞാൻ സവാള അരിഞ്ഞ ഭയങ്കര സീനോ, ഞാൻ സവാളയും തമ്മിൽ ഭയങ്കര ശത്രുക്കളാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് അമ്മ സവാള രാവിലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് സവാളയും ഇതിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇത്രയും സാധനങ്ങൾ നമുക്ക് അരിഞ്ഞ് സെറ്റാക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്കിത് ചതച്ചെടുക്കണം. ഓക്കെ, വേണ്ട ബ്ലാക്കി ഇവിടെ കറിച്ച് കിടക്കുക. അച്ഛനും അമ്മയും പോയതുകൊണ്ട് കൊണ്ടുപോകാത്തേന്. ബ്ലാക്കി
ഇപ്പൊ നമ്മള് ചിക്കൻ കറി വയ്ക്കാൻ പോവുകയാണ്. കമോൺ. ചിക്കൻ കറി വയ്ക്കണമെങ്കിൽ കടുക് വറുക്കണമല്ലോ. കടുക് വറുക്കണമെങ്കിൽ എന്ത് വേണം? കടുകും കറിവേപ്പിലയും വേണം. സോ നമ്മൾ കറിവേപ്പില തപ്പി ഇറങ്ങിയതാണ്. ഇവിടെ എവിടെയോ കറിവേപ്പില നിൽപ്പുണ്ട്. നമ്മൾ മലയും പുഴയും താണ്ടി കറിവേപ്പില തപ്പിപ്പോകും. തപ്പിയാ വന്ന് തിളുത്ത് വരുന്നതല്ല. വലിയ മൂടൊക്കെ നിൽപ്പുണ്ടായിരുന്നു താഴെ അമ്മമ്മയുടെ വീട്ടിൽ. പക്ഷെ അതൊക്കെ ഇമാതിരി തെങ്ങ് പോലെ വളർന്ന് നിൽപ്പുണ്ട്. ഇനി കറിവേപ്പില പറിക്കണമെങ്കിലും തെങ്ങി കയറാൻ തേങ്ങ ഇടുന്ന കണക്ക് എടുക്കേണ്ടി വരും. ചിക്കൻ മസാല ഇരിക്കുന്നത് മസാലയാണ് അത്. കുറച്ചും ഇട്
സോ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നിറം കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുളക് പൊടി പിടിക്കാതിരിക്കുന്നു. പക്ഷെ തിളച്ച് വന്നപ്പോഴത്തേക്കും പിടിച്ചു കേട്ടാ. ഞാൻ പേടിച്ചു പോയി, ടെൻഷൻ അടിച്ചു പോയി, എങ്ങാനത് ഫ്ലോപ്പായി പോയാൽ. അതുകൊണ്ട് ഏകദേശം എല്ലാം കുറുകിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? നമുക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മതി. ചോറിൻ്റെ കൂടെ ഇത് നമുക്ക് കഴിക്കാം. നമ്മുടെ ചിക്കൻ കറിയും കൂട്ടി ചോറ് കഴിക്കാൻ പോവാണ്. സോ നമ്മുടെ ചിക്കൻ കറിയുടെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ചോറ് രാവിലെ അമ്മ വച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ചോറ് വയ്ക്കേണ്ടി വന്നില്ല. പിന്നെ ഒരു മോരുകറിയായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. മോരുകറി ലൈക്ക് യൂഷ്വൽ. എന്താ ചിക്കൻ കറിയൊക്കെ നല്ല ചിക്കൻ കറിയായിരുന്നു കേട്ടോ. ഈ എവിടേക്കോ എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ലൈക്ക് കുറച്ചും കൂടെ കുറുകണമായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ കുറേ തിളപ്പിച്ചു, മീൻസ് നല്ലതുപോലെ വറ്റിയില്ല. ലൈക്ക് കുറച്ചും കൂടെ കുറുകാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതത്രയേ ഉള്ളൂ. കൊച്ചു വീഡിയോ കേട്ടോ, കുഞ്ഞ് വീഡിയോ ആണ്. കുക്ക് ചെയ്യണം, അതുകൊണ്ടൊരു വീഡിയോ എടുക്കണം, അങ്ങനെ പ്ലാൻഡ് അല്ലായിരുന്നു. പെട്ടെന്നാണ് കുക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം വന്നത്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.